ഹലോ ഗേസ്, ഒരു ഇടഞ്ഞ വേളയ്ക്ക് ശേഷമാണ് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പോൾ പതിവ് പോലെ എന്നല്ല ഇന്ന് പറയാൻ വരുന്നത്. ഇന്ന് വ്യത്യസ്തമാണ്. കാരണം ഇന്ന് ഞാൻ രാവിലെ എണീറ്റ് കുളിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് രാവിലെ എണീറ്റ് കുളിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇപ്പോൾ അടുക്കള കയറാറ് ഗേസ്. അങ്ങനെ അടിച്ച് വാരി തുടച്ച് അതിന് ശേഷമാണ് നമ്മുടെ കുക്കിംഗ് പ്രോസസ്സിലേക്ക് വരിക. അപ്പോൾ അതാ നമ്മുടെ അടിച്ച് വാരി വീട് നല്ല വൃത്തിയായിട്ടിരിക്കുന്ന സമയം കേട്ടോ. ഈ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടാവില്ല. അതായത് അച്ഛൻ കുളിക്കുന്ന സമയമൊക്കെ ആയിരിക്കും, അമ്മയും ഉണ്ണിയും മുകളിലായിരിക്കും. അപ്പം ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ വീട് നല്ല അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കിയ ശേഷം ഇങ്ങനെ ഫാൻ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് ഇട്ടിരിക്കുന്ന ഒരു സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാൻ. പിന്നെ ഞാൻ നേരെ അടുക്കളയ്ക്ക് പോയി വിറക് കത്തിക്കുന്ന സമയത്ത് എൻ്റെ പണികളെല്ലാം വേഗം തീരും കേട്ടോ. കാരണം വിറക് ഗ്യാസ് പോലെയല്ലോ, ഓണാക്കി ഓഫ് ചെയ്ത് ഉപയോഗിക്കലല്ലേ. വിറക് നിന്ന് കത്തുമ്പോൾ നമ്മൾ വേഗം എല്ലാ പണികളും ചടപടയെന്ന് ഇങ്ങനെ വിറകടുപ്പിലാക്കും. എനിക്ക് വിറകടുപ്പിൽ കുക്ക് ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് പുട്ടല്ല കേട്ടോ, ഉപ്പുമാവും റവ ഉപ്പുമാവും കടലക്കറി കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കുക്കറിൽ കടലയൊക്കെ വേവിച്ചു. അതിന് ശേഷം 2 സവാളയൊക്കെ അരിഞ്ഞ് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വേഗം അരിഞ്ഞ് സെറ്റാക്കിയിട്ട് നമ്മുടെ കടലക്കറിയാണ് ആദ്യം സെറ്റാക്കണം. ഈ സമയം കൊണ്ട് ഞാൻ കടലക്കറി ഇവിടെ അടുപ്പിൽ സെറ്റാക്കുമ്പോൾ ഞാൻ വേഗം റവ ഒന്ന് ചൂടാക്കിയിട്ട് വേണമല്ലോ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ. അപ്പോൾ റവ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തു. അത് നമ്മൾ ഗ്യാസിൽ പോയിട്ട് വേഗം ചൂടാക്കിയെടുത്തു കേട്ടോ. പിന്നെ ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഞാൻ നിറയെ വെജിറ്റബിൾസ് ഇടും കേട്ടോ. ക്യാരറ്റ്, ബീൻസ്, ഒരു തക്കാളി, സവാള, ഇഞ്ചി അങ്ങനെ കുറേ ഇടും. കാരണം അങ്ങനെ ഇട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ഉപ്പുമാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. രാവിലെ ഉണ്ടാക്കിയാലും വൈകുന്നേരം വരെ നല്ലതായിട്ട് ഇരിക്കും ഉപ്പുമാവ്. അതിനുശേഷം സ്വത്ത് എണീറ്റ് വന്ന് സ്വത്തുവിൻ്റെ കാര്യങ്ങളൊക്കെ അതിനിടയിൽ നടന്നു കേട്ടോ. കുളിയും കഴിഞ്ഞ് സ്വത്തു ഇവിടെ ഫാഷൻ ഷോ കാണിക്കുകയാണ് ഗേസ്. സ്വത്തുവിന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്നും കൊടുക്കാറ് കഞ്ഞിയാണ് കേട്ടോ. അവളൊരു കഞ്ഞി കുട്ടിയാണ്. അവൾക്ക് എന്ത് പലഹാരം ഉണ്ടാക്കിയാലും അമ്മ കഞ്ഞി മതി, ചോറ് മതി എന്ന് പറയും. അപ്പോൾ പിന്നെ അവളെ ഞാൻ നിർബന്ധിക്കാറില്ല അധികം, ഇത് തിന്നടി എന്ന്. അവൾക്ക് എന്താണ് ഇഷ്ടം അതാണ് ഞാൻ അവൾക്ക് കൊടുക്കാറ് കേട്ടോ അധികം. അപ്പോഴേക്കും നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞു. സ്വത്തുവിൻ്റെയും കൂടി ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള നമ്മുടെ വിട പറയുകയാണ്. ഇനി നമ്മൾ ഉച്ചയ്ക്ക് മാമുണ്ണാൻ മാത്രമാണ് നമ്മൾ അടുക്കളയ്ക്ക് വരുള്ളൂ. അങ്ങനെ നമ്മൾ അടുക്കളയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ റൂമിലേക്ക് പോയി. അലക്കാനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് നല്ല മഴക്കാർ കേട്ടോ. നല്ല കാറ്റും നല്ല മഴക്കാറായിരുന്നു. അതിന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴ പെയ്തു കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, നല്ല മഴയായിരുന്നു. ഈ 2-3 ദിവസമായിട്ട് ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മഴ നല്ല തകർത്ത് പെയ്തിരുന്നു കേട്ടോ. നല്ല കാറ്റും മഴയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഞാൻ ഇവിടെ നെറ്റ് കുറവായതുകൊണ്ടാണ് വീഡിയോ ഇടാൻ